മൊബൈൽ ഷോപ്പുകളുടെ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണത്തിന് പിറകെ സൗദിയിൽ 27 മേഖലകളിൽ കൂടി സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നുവെന്ന രീതിയിൽ വ്യാപക പ്രചരണമാണ് വാട്സ്ആപ്പ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത്. റെഡിമെയ്ഡ് ഷോപ്പ്, കാർ ഡെക്കറേഷൻ, സ്റ്റേഷനറി, ബുക്ക് ഷോപ്പുകൾ, പെയിന്റ് കടകൾ, ഗിഫ്റ്റ് ഷോപ്പുകൾ, വാച്ച് വിൽപ്പന കേന്ദ്രങ്ങൾ, പർദാ ഷോപ്പുകൾ തുടങ്ങി 27ഓളം മേഖലകളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചതായാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. ഇതിനായി തൊഴിൽ മന്ത്രാലയത്തിന്റെ പേരിൽ വ്യാജ സർക്കുലറും ഇക്കൂട്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ പുതുതായി ഒരു മേഖലയിലും നിലവിൽ സമ്പൂർണ്ണ സൗദിവൽക്കരണം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് മന്ത്രാലയം നയരൂപീകരണ സമിതി അധ്യക്ഷൻ അഹമ്മദ് അൽ ഖഹ്താൻ മീഡിയ വണിനോട് പറഞ്ഞു. This is not true. The directed program is a growing program. We started with the mobile sector. Nothing has been decided yet about other sectors. Anything will be announced through the official portal and the website of the ministry. തൊഴിലാളികൾ പ്രതിവർഷം നൽകേണ്ട 2400 റിയാൽ ലെവി വർദ്ധിപ്പിക്കാനോ കുറക്കാനോ നിലവിൽ തീരുമാനിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള വാർത്തകളും അദ്ദേഹം നിഷേധിച്ചു. So far there is no formal announcement from the ministry in that regard yet. If there is anything, it will be announced at the right time. പുതിയ നിയമങ്ങളും പരിഷ്കരണങ്ങളും നടപ്പാക്കുമ്പോൾ മന്ത്രാലയം കൃത്യമായ വിവരങ്ങൾ തൊഴിലാളികൾക്കും തൊഴിലുടമക്കും ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി നൽകുമെന്നും അഹമ്മദ് അൽ ഖഹ്താൻ പറഞ്ഞു. റബി മുഹമ്മദ്, മീഡിയ വൺ, റിയാദ്.